ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ മഞ്ജു ചേച്ചി ഇരിപ്പുണ്ട്, ലിജു ഇരിപ്പുണ്ട്, നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ ഫ്രെഡി ഇരിപ്പുണ്ട്. ഓണറാണോ ഡ്രൈവർ? അതെ, ഈ വണ്ടിയുടെ എല്ലാമായിട്ടുള്ള ഫ്രെഡി ഇരിപ്പുണ്ട്. ഫ്രെഡി നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കാരണം ഞങ്ങൾ റീൽസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ വാഗമണിലേക്ക് ലേഡീസ് ഓൺലി ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കിൽ ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. കണ്ടില്ലേ, ഇതേ കണ്ടില്ലേ, എല്ലാവരും അവിടെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നല്ല അടിപൊളി വണ്ടിയാണ് ലിജു പറഞ്ഞ മാതിരി. ലിജു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പറയാനായിട്ടൊന്നും കിട്ടുന്നില്ല. വണ്ടിയുടെ പേര് പറയൂ, വണ്ടിയുടെ പേര് പറയൂ. തൊമ്മൻ ട്രാവൽസ് മേറ്റിന്റെ വണ്ടിയിലാണ്. ഈ വണ്ടിയുടെ പേരെന്തായിരുന്നു? അല്ലല്ല, വണ്ടിയുടെ പേര് തൊമ്മൻസ് ട്രാവൽസ് മേറ്റിന്റെ അർബാനിയുടെ വണ്ടിയിലാണ് ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ വാഗമണിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു 2 ഡേ ട്രിപ്പാണ് പോകുന്നത്. അതായത് ഇന്നിപ്പം സാറ്റർഡേ മോർണിംഗിൽ നമ്മളൊരു 6 മണിയായപ്പം ഫ്ലാറ്റിൽ നിന്ന് വണ്ടി തിരിച്ചു. അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് ചായ കുടിച്ചു, കുറച്ച് ഫുഡ് കഴിച്ചു, കുറേ റീൽസ് എടുത്തു, പിന്നെ കുറേ അർമാദിച്ചു. പിന്നെ ഇവിടെ അൽഫോൻസമ്മയുടെ പള്ളിയിൽ കയറി. ഞാൻ കയറിയില്ല കേട്ടോ, അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് ഞാനും കയറാമായിരുന്നു എന്നുള്ളത്. അപ്പം ഈ ഒരു യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുനാളിലാണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊരു ട്രിപ്പ് പോയിട്ടുള്ളത്, അതും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മലമ്പുഴയിൽ. അതല്ലാതെ ഞാൻ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഫാമിലി ആയിട്ടാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രിപ്പാണിത്. കാരണം നമ്മുടെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഇതിനകത്തുണ്ട്. കണ്ടില്ല, ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഒന്നിൻ്റെയും തലയൊന്നും പുറത്തേക്ക് കാണാമല്ലോ, ഒക്കെ ഡാൻസ് ഒക്കെ കളിച്ച്. അതെ, അപ്പം ഈ വ്ളോഗിൽ നമ്മൾ ഫുൾ വാഗമണിൽ നമ്മൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയാണുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്കപ്പോൾ വാഗമണിൽ പോയിട്ട് കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ മാൻമല വാട്ടർഫോൾസിൻ്റെ എൻട്രൻസിൽ ഇതേ നമ്മുടെ ലിജു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഒരു 1/2 കിലോമീറ്ററോളം നമുക്ക് ഇവിടുന്ന് നടന്ന് വേണം കയറാനായിട്ട്. ഇതേ കണ്ടോ, എലിയൊക്കെ ഇതൊക്കെ എവിടുന്ന് കിട്ടി? എൻ്റെ എല്ലാം ഞാൻ ആ പെട്ടിക്കകത്ത് എൻ്റെ ട്രോളി ബാഗിലാന്നേ തൊപ്പിയും ഇതെല്ലാം. പക്ഷേ കുഴപ്പമില്ല, പോട്ടെ. അപ്പം നമ്മൾ മാർമല വാട്ടർഫോൾസിൻ്റെ അവിടത്തേക്ക് പോകാനായിട്ടുള്ള ആരൊക്കെ കുളിക്കുന്ന കണ്ടില്ല, നോക്കി തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ എലി. പക്ഷെ ഞാൻ തൊപ്പി എടുത്തില്ല, തൊപ്പിയൊക്കെ ഉണ്ട്, എല്ലാം ട്രോളി ബാഗിലായിപ്പോയി കംപ്ലീറ്റ്. വല്ലാത്ത കഷ്ടമായിപ്പോയി. അതെ, കണ്ടില്ല, ഇവരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി. ഞാൻ അതേ സെയിം ഡ്രസ്സിലാണ് ഗൈസ്. അപ്പം നമ്മളിനി ഇവിടുന്ന് വാട്ടർഫോൾസിലൊക്കെ ഒന്ന് ചാടി കുളിച്ചതിന് ശേഷം നമുക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. എന്താണ് അഭിപ്രായം ശ്രുതിക്കുട്ടി? വളരെ നല്ല അഭിപ്രായം. വീഴണ്ട, വീഡിയോയിലൊക്കെ നോക്കിയിട്ട് വീഴണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനാണ് മറ്റേ കയ്യെ പിടിക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും മിക്കവാറും വീഴാൻ പോകുന്നത്. നല്ല രസമുണ്ട്, നല്ല വഴി. മാർമല വാട്ടർഫോൾസിലേക്കുള്ള വഴി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് കുളിക്കാം. കണ്ടില്ലേ, ഇങ്ങോട്ട് പോയാൽ കുളി, നേരെ പോയാൽ വാട്ടർഫോൾസ് കാണാം. ഇറങ്ങാറില്ല. അതെ, അപ്പൊ ഇപ്രാവശ്യം ഇറങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കണോ? അതെ, കണ്ടില്ലേ, ഇവിടെ തോർത്തൊക്കെ വാങ്ങിച്ച് റെഡി ആയിരിക്കുക. ആ മേളിന്ന് എടുക്കാലോ. അപ്പം
ആള് വാട്ടർഫോൾസിൽ ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. നോക്കട്ടെ വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. യെസ്, വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങാൻ പറ്റും. അയ്യോ, പട്ടി കഥയ്ക്കുന്ന മാതിരി ഞാൻ കഥയ്ക്കുന്നു. കണ്ടില്ലേ, മാർമല അരുവി, മാർമല വാട്ടർഫോൾസ്. അപ്പം അതിൻ്റെ അടുത്തേക്കുള്ള, നോക്കി വരണേ, വീഴല്ലേ. എന്താണ്, കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും ഗൈസ്. ലിനി വളരെ നന്നായി. നല്ല അടിപൊളി സ്ഥലം. പട്ടി കണ്ടോ? അങ്ങനെ നമ്മള് വാട്ടർഫോൾസിന്റെ തൊട്ട് മുമ്പിലായിട്ട് എത്തിയിരിക്കുന്നത്. വരണ എവിടെ വരെ ഞാനൊരു തിരിച്ചെടുത്ത് തരാമേ. കണ്ടില്ലേ, നമ്മൾ അങ്ങനെ വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിലേക്ക് കണ്ടില്ലേ.